Hi everyone, welcome to X and Y Learning. So, നമ്മൾ ഓണം എക്സാംസിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ കുറച്ച് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. സോ നമ്മളെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? What does the area of shaded portion of the graph represent? So നമുക്കറിയാം നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം കുറച്ച് ടേംസ് പഠിക്കും, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ. സോ അതിനൊരു ലേറ്റർ സ്റ്റേജിൽ നമ്മൾ എന്താണ് ഗ്രാഫ്സിനെ പറ്റിയാണല്ലേ കൂടുതലും പഠിക്കുന്നത്. സോ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? തന്നിട്ടുള്ള ഗ്രാഫിലെ ഷെയ്ഡഡ് പോർഷൻ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ഒരു ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫിൽ ആരൊക്കെയാണ്, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആരൊക്കെയാണ്. സോ ഇവിടെ നമുക്ക് വെലോസിറ്റി ആണ് നമുക്ക് വൈ ആക്സിസിൽ തന്നിട്ടുള്ളത്, അതുപോലെ ടൈം ആണ് നമുക്ക് എക്സ് ആക്സിസിൽ തന്നിട്ടുള്ളത്. സോ നമ്മൾ ഇതിന്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലേ വരിക. സോ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആക്സലറേഷൻ, ഫോഴ്സ്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്താ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക. സോ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആക്സലറേഷൻ ഒക്കെ തന്നാൽ എന്താണ് ഇത് കറക്റ്റ് അല്ല. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ആ ഗ്രാഫിന്റെ ഏരിയ എടുത്താൽ, യൂണിഫോം മോഷൻ ആവട്ടെ നോൺ യൂണിഫോം മോഷൻ ആവട്ടെ, നമ്മൾ അതിന്റെ ഏരിയ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. സോ ഇതില് ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ ആൻസർ. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജെക്ട് വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി ഈസ് ഗിവൺ ബിലോ. സോ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്, അതിൽ ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള വെലോസിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. സോ ഗ്രാഫ് നോക്കിയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രാഫിനെ ഒന്ന് നോക്കിയാൽ ഗ്രാഫിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഗ്രാഫിൽ നമുക്കിവിടെ ടൈം ആണ് തന്നിട്ടുള്ളത്, അതും സെക്കൻഡ്സിലാണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ വെലോസിറ്റി ആണ് തന്നിട്ടുള്ളത് ആൻഡ് മീറ്റർ പെർ സെക്കൻഡിലാണ് യൂണിറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് ഇൻ ദ ഫോർത്ത് സെക്കൻഡ്? നാലാമത്തെ സെക്കൻഡിൽ എത്രയാണ് വെലോസിറ്റി എന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഞാൻ ഗ്രാഫ് ഒന്നും കൂടെ ഇതിൽ റീഡ്രോ ചെയ്യാണ്. സോ ഇങ്ങനെയാണ് ഗ്രാഫ് വന്നിട്ടുള്ളത്. സോ 0 അല്ലെങ്കിൽ O മുതൽ 2 സെക്കൻഡ്, 4 അങ്ങനെ 12 സെക്കൻഡ് വരെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ഫോർത്ത് സെക്കൻഡിൽ എത്രയാണ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ ഫോർത്ത് സെക്കൻഡ് എടുക്കാം. സോ ഫോർത്ത് സെക്കൻഡ് നമ്മൾ മേലേക്ക് വരച്ചാൽ ഇവിടെ ഗ്രാഫിൽ ഇവിടെ പോയി മുട്ടും. ആൻഡ് നമ്മൾ അതിന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്കറിയാം 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആണ് നാലാമത്തെ സെക്കൻഡിലുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? വെലോസിറ്റി അറ്റ് ഫോർത്ത് സെക്കൻഡ് നമ്മൾ എന്ത് എഴുതണം? എത്രയാണ്? 10 ആണ് വെലോസിറ്റി ആൻഡ് യൂണിറ്റ് എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മൾ ഈ യൂണിറ്റും മറക്കരുത്, അതുപോലെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എത്ര നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം. സോ നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചറിയാം, നമ്മൾ 0 മുതൽ 6 സെക്കൻഡ് വരെ എന്താണ് വെലോസിറ്റി കൂടി വരുന്നുണ്ട് അല്ലേ. ദെൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ, ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം വെലോസിറ്റി ഉള്ളത്. ദെൻ വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി 0 ആകുമ്പോൾ എന്താണ് ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്യും അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഇൻസ്റ്റന്റ് അറ്റ് വിച്ച് ഇറ്റ് അറ്റൈൻസ് മാക്സിമം വെലോസിറ്റി. ഇതിൽ ഏത് സമയത്താണ് മാക്സിമം വെലോസിറ്റി ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം വെലോസിറ്റി എന്താണ്? 0, 5, 10, 15 വരെ വെലോസിറ്റി കൂടി വരുന്നുണ്ട്. ദെൻ 10, 5, 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞ് വരികയാണ്. കാരണം വെലോസിറ്റി ആണല്ലോ ഈ ഗ്രാഫിൽ വൈ ആക്സിസിൽ തന്നിട്ടുള്ളത്. സോ ഇവിടെയാണ് മാക്സിമം വെലോസിറ്റി ഉള്ളത്. സോ ബി എന്താ നമ്മൾ എഴുതേണ്ടത്? ബിയിൽ നമ്മൾ എഴുതേണ്ടത് അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം വെലോസിറ്റി ഉള്ളത്. ആൻഡ് മാക്സിമം വെലോസിറ്റി എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ്. യെസ്, സോ നമ്മൾ യൂണിറ്റും മറക്കരുത്, അതുപോലെ അതിന്റെ മാഗ്നിറ്റ്യൂഡും മറക്കരുത്. സോ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് മാക്സിമം വെലോസിറ്റി. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ഡൗൺ എനി 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ. വാട്ട് ഡു ഈച്ച് ലെറ്റർ ഓഫ് ദിസ് ഇക്വേഷൻസ് ഇൻഡിക്കേറ്റ്? സോ ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാനും അതുപോലെ അതിലെ ടേംസ് ഒക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത്. നമുക്ക് 3 ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കാം. സോ ഫസ്റ്റ് വൺ V = U + AT. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? S = UT + ½ AT². ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? V² = U² + 2AS. സോ നമ്മൾ ഈ 3 ഇക്വേഷൻസ് നോക്കിയാലും നമുക്കറിയാം ഇതിൽ ഏതൊക്കെ ടേമുകളാണുള്ളത്? U ഉണ്ട്, പിന്നെ V, പിന്നെ എന്താണ് ടൈമിന്റെ T ഉണ്ട് അല്ലേ, പിന്നെ S, പിന്നെ A. ഈ 5 ടേംസ് U, V, T, S, A, ഈ 5 ടേംസ് ആണ് നമ്മളുടെ 3 ഇക്വേഷൻ ഓഫ് മോഷനിലുള്ളത്. സോ നമ്മൾ ഈ 5 ടേംസും എന്താണെന്ന് പഠിച്ചിരിക്കണം. U എന്താണ്? U ഈസ് ഇനീഷ്യൽ വെലോസിറ്റി. U എന്ന് പറഞ്ഞാൽ
ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് നമ്മൾ എന്താ പറയുക യു എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ ചെറിയൊരു കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ സ്റ്റാർട്ടിംഗ് ഉള്ള വെലോസിറ്റി നമ്മൾ എന്താ പറയുക ഇനീഷ്യൽ വെലോസിറ്റി. ഇനി വി എന്താണ്? വി ഈസ് ഫൈനൽ വെലോസിറ്റി. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. അതുപോലെ ടി എന്താണ്? ടി ഈസ് ടൈം. എസ് എന്താണ്? എസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ എ എന്താണ്? എ ഈസ് ആക്സലറേഷൻ. യെസ്. സോ ഇവിടെ നമ്മളോട് ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് എഴുതാൻ പറഞ്ഞില്ല. സോ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. സോ ഇതിൽ വി യു എ ടി ഉണ്ടെങ്കിൽ വി എന്താണ്, യു എന്താണ്, എ എന്താണ്, ടി എന്താണ് മാർക്ക് ചെയ്യണം. അതുപോലെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണെങ്കിൽ എസ് യു ടി എ ഈ 4 ടേംസ് എഴുതുക. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s ആണെങ്കിൽ വി യു എ എസ് അത് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യാം. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ് എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 20 meter per second comes to rest in 4 seconds after braking, calculate the acceleration of the train, the distance, find the distance traveled by the train before after applying brakes. Okay. സോ ഒരു ട്രെയിൻ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് എത്രയാണ്? 20 meter per second ആണ് സ്പീഡ്. ഇനി അതെന്ത് ചെയ്തു? കംസ് ടു റെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഈ ട്രെയിൻ എന്ത് ചെയ്തു? വന്ന് നിന്നു, സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 meter per second ആണ്. അത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഇതിന് എത്ര സമയം എടുത്തു? ടി ഈസ് ഈക്വൽ ടു നമുക്ക് 4 സെക്കൻഡ് എടുത്തിട്ടുണ്ട് അല്ലേ. സോ നമ്മളിത് നോക്കിയാലോ, നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 meter per second. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 20 meter per second. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 0 meter per second അല്ലേ. ഇനി എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു 4 seconds. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ച കാൽക്കുലേറ്റ് ആക്സലറേഷൻ ആണ്. സോ നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സോ ഫൈനൽ വെലോസിറ്റി ഈസ് 0, ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 20 ബൈ ടൈം എത്രയാണ്? 4 seconds അല്ലേ. സോ മൈനസ് 20 by 4, ദിസ് ഈസ് ഈക്വൽ ടു 5 -5 meter per second square. യൂണിറ്റ് തെറ്റിക്കരുത്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്താ ആക്സലറേഷൻ്റെ യൂണിറ്റ്. സോ ആൻസർ ഇസ് -5 meter per second square. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്സ്. സോ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as യൂസ് ചെയ്യാം. സോ നമുക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യൂസ് ചെയ്ത് നോക്കാം. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ നമ്മൾ എ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എ ഈസ് ഈക്വൽ ടു -5 meter per second square ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു എത്രയാണ്? 20 ഇൻറ്റു ടൈം എത്രയാണ്? 4 seconds പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ -5 ആണ് ഇൻറ്റു ടി സ്ക്വയർ. ടി എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 സ്ക്വയർ എത്രയാണ്? 16. 4 ഇൻറ്റു 4 16, 16. സോ 20 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 80 മൈനസ് ഹാഫ് ഓഫ് 16 എത്രയാണ്? ഹാഫ് ഓഫ് 16 8 ആണ് അല്ലേ. ഹാഫ് ഓഫ് 16 ഈസ് 8. 5 ഇൻറ്റു 8 എത്രയാവും? 40. സോ ആൻസർ വിൽ ബി 40 meters. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. പിന്നെ രണ്ടാമത്തേന് നമ്മൾ എന്ത് ചെയ്തു? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യൂസ് ചെയ്തിട്ട് 40 meter ആണെന്ന് കണ്ടുപിടിച്ചു. സോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്സ്. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് ബോഡി ഈസ് ഗിവൺ ബിലോ. സോ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അനലൈസ് ദ ഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. സോ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം ഗ്രാഫ് നോക്കാം. ഗ്രാഫിൽ എന്താണുള്ളത്? ടൈം ആണ് നമുക്ക് എക്സ് ആക്സിൽ തന്നിട്ടുണ്ട്, അതായത് സമയം കൂടുന്നതനുസരിച്ച് എന്തോ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് തന്നിട്ടുള്ളത്, ടൈം. യെസ്. ഇനി നമ്മൾ വൈ ആക്സിസ് നോക്കിയാൽ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. വൈ ആക്സിസിലുള്ളത് വെലോസിറ്റി ആണ്, അതും മീറ്റർ പെർ സെക്കൻഡിലാണുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഗ്രാഫ്. ഒബ്ജക്റ്റിന്റെ ഗ്രാഫിലുള്ള പൊസിഷൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. സോ ഇവിടെ ഫ്രം ബി ടു സി, ഫ്രം സി ടു ഡി തന്നിട്ടുണ്ട്. സോ ബി മുതൽ സി വരെയും സി മുതൽ ഡി വരെ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് ഒ മുതൽ അല്ലെങ്കിൽ 0 മുതൽ ബി വരെയുള്ള കേസ് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം. വെലോസിറ്റി ഇൻക്രീസസ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ ഗ്രാഫും ഒന്നിച്ച് നമ്മൾ നോക്കിയാൽ ഇനീഷ്യലി 0 ആണ് വെലോസിറ്റി.
പിന്നെന്താണ് 1 2 3 ബി എത്തുന്ന സമയത്ത് വെലോസിറ്റി കൂടി വരികയാണ്. സോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കേസ് ഏതാണ്? ഫസ്റ്റ് കേസ് ആണല്ലേ, 0 to b. സോ O to B അല്ലെങ്കിൽ 0 to B ആണ് ഫസ്റ്റ് കേസ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇനി നമ്മൾ നോക്കിയാൽ ബി മുതൽ സി വരെ 2 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ അല്ലെങ്കിൽ 5 സംതിങ് സെക്കൻഡ് വരെ ബി മുതൽ സി വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ, അതായത് ഒരു പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് 3 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ഇവിടെ ഫുൾ വെലോസിറ്റി. അതായത് ബി മുതൽ സി വരെ വെലോസിറ്റി മാറുന്നില്ല. സോ ഇവിടെ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ്, വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂണിഫോം മോഷൻ എന്ന് എഴുതാം, യൂണിഫോം മോഷൻ. സോ രണ്ടാമത്തെ കേസ് യൂണിഫോം മോഷൻ ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് എന്ന് എഴുതാം. സോ മൂന്നാമത്തെ നോക്കാം, സി മുതൽ ഡി വരെ എന്താണ്? നമുക്ക് നോക്കിയാൽ അറിയാം, സി മുതൽ ഡി വരെ വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്. സോ വെലോസിറ്റി കുറയുമ്പോൾ എന്താ എഴുതേണ്ടത്? വെലോസിറ്റി ഡിക്രീസസ്. സോ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫിൽ എന്തൊക്കെയാണ്? ടൈമും വെലോസിറ്റിയാണ്. സോ വെലോസിറ്റിയുടെ കാര്യമാണെങ്കിൽ വെലോസിറ്റി കൂടുകയാണോ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ, വെലോസിറ്റി കുറയാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ് എ ബോൾ ഫാൾസ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് 40 മീറ്റർ ഹൈ. സോ ഒരു 40 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് 40 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് ഒരു ബോൾ താഴേക്ക് വീഴുകയാണ് അല്ലേ, വിത്ത് വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. സോ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് വീഴുന്നത്. ആൻഡ് ജി എത്രയാണ്? ജിന്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇവിടെ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനീഷ്യലി ഇത്ര വെലോസിറ്റിയിലാണ് താഴേക്ക് വീഴുന്നത്. അതുപോലെ ഇവിടുത്തെ ആക്സലറേഷൻ എത്രയാണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ജി ആണ് അല്ലെ, ജി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 40 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കാം, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ അറ്റ് 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാണ് ഇതിന്റെ സ്പീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സോ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാണ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. വി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി ഇസ് 10. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 10 ആണെന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ആക്സലറേഷൻ എത്രയാണ്? ആക്സലറേഷൻ 10 ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു എത്ര ടൈമാണ്? ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ചോദിച്ചുള്ളത്. സോ 1 ഈക്വൽ ടു 10 പ്ലസ് 10 ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. സോ ഫൈനൽ വെലോസിറ്റി നമ്മളിങ്ങനെ കണ്ടു, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി നമ്മളിങ്ങനെ കണ്ടുപിടിച്ചത് യു പ്ലസ് എ ടി യൂസ് ചെയ്തു. ടി 1 ആണ്, എ 10 ആണ്, യു 10 ആണ്. സോ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു സെക്കൻഡ് കഴിഞ്ഞുള്ള വെലോസിറ്റി. ഇനി എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ ജസ്റ്റ് ബിഫോർ റീച്ചിങ് ദ ഗ്രൗണ്ട്. സോ ഇത്രയും ദൂരം ഇത് വരുന്നുണ്ട് അല്ലേ, 40 മീറ്റർ വരുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ആക്സലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ ജസ്റ്റ് ബിഫോർ റീച്ചിങ് ദ ഗ്രൗണ്ട്. സോ ഇവിടെ താഴെ വരെ എത്തിയിട്ട് ഈ സമയത്തുള്ള, അതായത് ഫൈനൽ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഫുൾ മോഷന്റെ ഫൈനൽ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് യു ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട്, അതുപോലെ എന്താണ് വി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യുക? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. സോ ഫൈനൽ വെലോസിറ്റി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു എത്രയാണ്? യു 10 ആണ് അല്ലേ, 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ്? 10 ഇൻറ്റു എസ് എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണ്? 40 മീറ്റർ. സോ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 2 ഇൻറ്റു 10 എത്രയാണ്? അല്ലെ 2 ഇൻറ്റു 40 80 ആണ് അല്ലെ, 2 ഇൻറ്റു 40 80 ആണ്, 80 ഇൻറ്റു 10 എത്രയാണ്? 800 അല്ലെ, 800. സോ ദിസ് ഇസ് 900. സോ വി സ്ക്വയർ ഈക്വൽ ടു 900 കിട്ടി. സോ വി എന്താണ്? റൂട്ട് 900. സോ 900ന്റെ റൂട്ട് എത്രയാണ്? 3 സ്ക്വയർ ആണല്ലേ 9. സോ 30 സ്ക്വയർ എന്തായിരിക്കും? 900 ആയിരിക്കും. സോ 30 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ശ്രദ്ധിക്കണം, നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റ് ഒക്കെ മീറ്റർ പെർ സെക്കൻഡ്, മീറ്ററും സെക്കൻഡ്സിലും ഒക്കെയാണ്. സോ നമുക്ക് വി എന്താ ഫൈനലി കിട്ടുക? വി ഈസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്.